മലയാളി ഫ്രം ഇന്ത്യ സിനിമയ്ക്കെതിരെ വീണ്ടും കോപ്പിയടി ആരോപണം. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിലാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ചിത്രത്തിന്റെ പ്രമേയം ഉൾപ്പെടെയുള്ളവ 2021 എഴുതിയ തിരക്കഥയുടെ കോപ്പിയടിയാണെന്നാണ് ആരോപണം. നിവിൻ പോളി നായകനായ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള വിവാദം അവസാനിക്കുന്നില്ല. ചിത്രത്തിന്റെ കഥയുടെ പ്രമേയം ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ താൻ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന തിരക്കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന ഗുരുതര ആരോപണവുമായാണ് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മലയാളി ഫ്രം ഇന്ത്യ റിലീസാകുന്നത്. ചിത്രം കണ്ടപ്പോഴാണ് തനിക്ക് കോപ്പിയടി മനസ്സിലായതെന്നും സാദിഖ് വ്യക്തമാക്കി. ഇത് അറിയാവുന്ന തിരക്കഥ അറിയാവുന്ന ഒരുപാട് പേര് നമ്മളോടത് ഇതുപോലെ സമാനതകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സാരമില്ലാന്ന് തന്നെ വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഈ ഞങ്ങളുടെ ആദ്യത്തെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പേര് ഞാനാണ് ഉണ്ടാക്കിയത്, എൻ്റെ ആദ്യത്തെ പേര് അതായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് സംതിങ് ഈസ് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണ്. അത് എത്രമാത്രം നമ്മുടേത് തന്നെ അവർ ചോർത്തിയെന്നറിയില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ നിന്നുള്ള കുറേ പാർട്സ് അവർ വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടും അല്ലാതെയും ഒക്കെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു മെയിൻ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണം, ഗേൾസ് എഡ്യൂക്കേഷൻ, ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ മലയാളി ഫ്രം ഇന്ത്യയിലെ അവസാനമായിട്ടൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സമാനതകൾ കണ്ടതുകൊണ്ടും ഈ ആൽക്കമിസ്റ്റാണ് എൻ്റെ ആദ്യ പേരെന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടുമാണ് ഞങ്ങളിതെല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നിയത്. അല്ലാതെ ഒരു വിവാദത്തിൽപ്പെടണമെന്നോ ഇത് കൂടുതൽ ഒരു പബ്ലിസിറ്റിയോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ല. സിനിമ സ്വപ്നം കാണുന്ന പ്രവാസികൾക്ക് ഇത്തരം പ്രവണതകൾ നൽകുന്ന ആഘാതം ചെറുതല്ലെന്നും സാദിഖ് കൂട്ടിച്ചേർത്തു. സിനിമയിലേക്ക് പോകണമെന്നും അതിൽ തിരക്കഥ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം, അദ്ദേഹത്തിന് ഡയറക്റ്റ് ചെയ്യണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കേരളത്തിലും അല്ല ഇവിടെയൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ഒരു പിന്തിരിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ചിത്രത്തിന്റെ കഥ തന്റെ ആശയമായിരുന്നു എന്ന് അവകാശപ്പെട്ട് കഥാകൃത്ത് നിഷാദ് കോയ രംഗത്ത് വരികയും ഇതിനെ തള്ളി സംവിധായകൻ ഡിജോയും തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും മറുപടി പറയുകയും ഇവരെ ഫെഫ്ക പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. 24 ദുബായ്.